എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മാസ്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ ഒരു മാസ്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് എല്ലാവരും കാണണേ. ഇതിനാവശ്യമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് നീളം, അതുപോലെ 5.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 11 ഇഞ്ച് നീളം 5.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വേറൊരു തുണി വെച്ച് മറിക്കുകയാണ് അടിച്ചുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി സെയിം അളവിൽ 11 ഇഞ്ച് നീളം 5.5 ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ 2 മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇത് രണ്ടും കോട്ടൻ്റെ പീസാണ്. അപ്പോൾ ഓക്കെ, എന്നിട്ട് ഈ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്റർ ഞാൻ ഫോൾഡ് ചെയ്യാണ്. കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്നും കൂടെ സെൻറ്ററായിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഇപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് ഇതേപോലെ വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യാണ്. കറക്റ്റായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇത്രയും ഭാഗം ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കണം. ഇത്രയും സ്പേസ് കേട്ടോ, ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക ഈ മാർക്കിങ്ങിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, ഇതേപോലെ വരും. ഇനി ഇത് കട്ട് ചെയ്യാണ് കേട്ടോ. ഈ മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. വളരെ സിമ്പിളായിട്ട് ഒരു 11 ഇഞ്ച് നീളം ഒരു 5.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുക്കുക. അത് രണ്ടും ഒപ്പം വെച്ച് കണ്ട് ആദ്യം സെൻറ്റർ ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ അതാ ഇതേപോലെ വരും. ഇതേ ഷേപ്പിൽ 2 പീസ് ഇട്ടോ, ഒന്ന് അതിൻ്റെ ഉൾഭാഗത്തേക്കും ഒന്ന് പുറം ഭാഗത്തേക്ക് വരേണ്ട 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഈ 2 ഭാഗം കുറച്ച് ഓപ്പൺ ഇല്ലേ അതാണ് ക്ലോസ് ചെയ്യുക. ഈ റൗണ്ട് ഷേപ്പിൽ നിന്ന് അടിക്കട്ടോ. ഇവിടുന്ന് ഈ ഓപ്പൺ വരെ ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാ ഉള്ള തുമ്പൊക്കെ നൂലൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഈ സൈഡും അതുപോലെ ആ ഓപ്പൺ മാത്രം റൗണ്ട് ഷേപ്പായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടോ ഒന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നിർത്തി വരുമ്പോൾ ഇതേപോലെ വരും. ഓക്കെ, ഇതേപോലെ വന്നിട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് വരേണ്ട ആ പീസിൻ്റെ ആ ഓപ്പണുള്ള ഭാഗത്തും ഇതുപോലെ ക്ലോസ് ചെയ്യാണ്. അവിടെയും ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ടാമത്തെ സൈഡിലുള്ള ഈ ഷേപ്പില്ലേ ഇവിടെയും ആ ഓപ്പണുള്ള ആ ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 ഭാഗം ക്ലോസ് ചെയ്തു. അതാ ഇതേപോലെ വരും. ഇനി ഈ 2 പീസും വെച്ച് ചേർത്ത് വെച്ച് അടിക്കുകയാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ഈ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശം ഇതാണ്, നല്ല വശം ഇതാണ് ഉൾഭാഗം, ഇൻഡുട്ട ഭാഗമാണ് ഉൾഭാഗം. ഇതേപോലെ വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ പീസിൻ്റെ ഇതാണ് ഉൾഭാഗം വരിക, അത് മുകൾക്കാവേണ്ട രൂപത്തിൽ ഇതേപോലെ, അതായത് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രൂപത്തിൽ വെക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ഇത് ഉൾഭാഗം, അതേപോലെ ഇതിൻ്റെ ഉൾഭാഗം ഇതാണ്. അപ്പോൾ നല്ല വശം 2 പീസിന് നല്ല വശം ചേർന്ന് വരുന്ന രൂപത്തിൽ ഇതേപോലെ വെച്ചിട്ട് ഈ സ്റ്റാർട്ടിങ് ഈ ഫസ്റ്റ് ഇവിടെ ഇത് 2 പീസല്ലേ, ഈ സ്റ്റാർട്ടിങ് ഈ 2 പീസും ഒപ്പം വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ആ തലഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിലും ഫോൾഡ് ചെയ്ത് കണ്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അടിച്ചു പോരും കേട്ടോ. അതേപോലെ ഈ സൈഡിലേക്ക് എത്തുമ്പോൾ ഇതും ഇതേപോലെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ടാമത്തെ സൈഡും അതേമാതിരി ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ആ 2 പീസും ആ 2 പീസിൻ്റെയും തുമ്പ് ഒപ്പം വെച്ച് കണ്ട് ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ അതേപോലെ തന്നെ ഇതും മുകൾ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്ത് കണ്ട് എടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇത് ആണ് മറിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗം ഓപ്പണായി കിടക്കല്ലേ, ഇതിനപ്പുറം മറിക്കുകയാണ് കേട്ടോ. ഇതേപോലെ അത് മറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ തുമ്പൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതേപോലെ ഈ ഭാഗം ഓപ്പണായി കിടക്കുക. ഇനി അവിടെ ഒരു എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.25 ഇഞ്ച് ഉള്ള 2 എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു 1/4 ഇഞ്ച് വീതിയില്ല, 1/4 ഇഞ്ചിലും കുറഞ്ഞ വീതിയുള്ള ഒരു ബ്ലാക്ക് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഓപ്പണിൻ്റെ ഈ എൻഡിൽ എലാസ്റ്റിക് ഉൾഭാഗത്തേക്ക് വെച്ചിക്കാണ്ട് ഇതുപോലെ വെച്ചിക്കാണ്ട് ആ മാസ്കിൻ്റെ എൻഡിലൂടെ, അതായത് ആ ഓപ്പൺ ക്ലോസ് ചെയ്യുകയും ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ആ എലാസ്റ്റിക് വെച്ചിക്കാണ്ട് അതിൻ്റെ തെല്ലിനൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഓപ്പണിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ അവിടെ ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രോങ്ങിലൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിലൂടെ അടിക്കുക. മാസ്കിൻ്റെ
എൻഡിലൂടെ അടിച്ചു പോരും കേട്ടോ ഫുള്ളായിട്ട്. അങ്ങനെ ഇവിടെ വരുമ്പോൾ അതേപോലെ അലാസ്റ്റിക് എടുത്തുകൊണ്ട് ആ ഓപ്പണിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്, കാരണം അത് പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതേപോലെ ഇവിടെ എത്തുമ്പോഴും അലാസ്റ്റിക്കിൻ്റെ തലഭാഗം അതിനുള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ആ മാസ്കിന് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഈ എൻഡിൽ ഞാനൊരു ചെറിയ ലാബിൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.